ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലായിട്ട് ജോലിക്ക് പോയ സമയത്ത്, വർക്ക് ചെയ്ത സമയത്ത്, ജോലിക്ക് പോകുന്ന സമയത്ത്, പുറത്തേക്ക് പോകുന്ന സമയത്തും എനിക്ക് ലഭിക്കുന്ന ഫുഡുകളാണ് ഇരിക്കുന്നതൊക്കെ. ഇത് പല സമയത്തായിട്ട് എടുത്ത വീഡിയോസാണ്. ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരൊറ്റ വീഡിയോസായിട്ട് ഇന്ന് കാണിക്കുന്നതാണ്. ഇതിനകത്ത് സമൂസയുണ്ട്, ചിക്കൻ റോളുണ്ട്, ബണ്ണിനകത്ത് വെജിറ്റബിൾ പോലത്തെ വെച്ചൊരു ഐറ്റംസ് ഉണ്ട്, പിന്നെ കുറേ വെജിറ്റബിൾ കട്ട് ചെയ്ത് വെച്ച് അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ, സമൂസ, അങ്ങനത്തെ കുറേ ഐറ്റംസുകളൊക്കെയാണുള്ളത് കേട്ടോ. ഇതിനകത്ത് ഇരിക്കുന്നതൊക്കെ ഉപ്പിലിട്ട ഐറ്റംസുകളാണ്. നമുക്ക് ഈ ഇരിക്കുന്നതെല്ലാം ഉപ്പിലിട്ട ഐറ്റംസുകളാണ്. ഇതുവരെ നമ്മുടെ പച്ചമുളക്, നമ്മുടെ ഉപ്പിലിട്ട പച്ചമുളക്, ഇതിനകത്ത് നിന്നെല്ലാം ഞാൻ കുറേശ്ശെ ഇങ്ങനെ എടുത്തു കേട്ടോ, കഴിക്കാനായിട്ട് എടുത്തു. ഈ ഇരിക്കുന്ന ഈ ബണ്ണ് പോലത്തെ സാധനത്തിനകത്താണ് വെജിറ്റബിളൊക്കെ വെച്ചേക്കുന്നത്. ഇതൊരു ചിക്കൻ്റെ സാൻഡ്വിച്ചാണ്. ചിക്കൻ്റെ സാൻഡ്വിച്ചകത്ത് ചിക്കൻ്റെ സാൻഡ്വിച്ചും പിന്നെ നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വെച്ചിട്ടുണ്ട് അതിനകത്ത്. ഇത് ഫലാഫിൽ എന്ന് പറയും. ഇത് ഇവിടുത്തെ വലിയ മെയിനായിട്ട് ഭക്ഷണമാണ് കേട്ടോ. ഇത് ഫലാഫിൽ ഇതുപോലത്തെ ഫലാഫിൽ ഫ്രൈ ചെയ്ത് ബണ്ണിനകത്ത് വെച്ചിട്ട് സോസെല്ലാം ഒഴിച്ച് കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ ഇവിടുത്തെ ചായ ഇങ്ങനെയാണ് കിട്ടുക കേട്ടോ. കൂടുതലും ഇവിടെ കൊടുക്കുന്നത് ടീ ആണ് കൊടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ ഉണ്ടാവും. അത് എന്നാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് ഒരു കട്ടയായിട്ട് ഷുഗറാണ് കൊണ്ടുത്തരിക. ആ കട്ട ഷുഗർ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമ്മൾ ഈ സ്പൂൺ വെച്ച് ഇളക്കണം. അങ്ങനെയാണ് ഇത് അതിന് കൊണ്ടുതരുന്നത്. ഇതെന്ന് പറയുന്നത് നമ്മുടെ മുന്തിരിയിലേക്കകത്ത് ചോറ് വെച്ചിട്ട് തരുന്നൊരു ഫുഡാണ് കേട്ടോ. ഇതും അതുപോലെ തന്നെ നല്ലൊരു വെറൈറ്റി ഫുഡാണ് കേട്ടോ. ഇത് സേമിയ മേലെ കൂടി ഇട്ട് അടിയിൽ തൈരൊക്കെ വെച്ചിട്ട് ഒരു ഐറ്റമാണ്. മേളിൽ നമുക്ക് ഈ പിസ്ത കട്ട് ചെയ്ത് മേളിൽ ഇങ്ങനെ ചിരണ്ടിയിടും. ഇത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റഡായിട്ടാണ് ഇത്. ഞാൻ മുന്നേ കഴിച്ചിട്ടില്ല. ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഞാൻ ഇതൊക്കെ കഴിക്കുന്നത്, ഈ ഒരു ഐറ്റം കഴിക്കുന്നത്. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല. അപ്പം ഇങ്ങനത്തെ കുറേ ഭക്ഷണം അവിടെയൊക്കെ കിട്ടി. അപ്പം ഇനി വീണ്ടും നമുക്ക് കാണാം. ബൈ. ഓക്കെ, അടുത്ത വീഡിയോയിൽ.